السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد നോമ്പ് എന്നുള്ള ഇബാദത്ത് അത് ഏറ്റവും പവിത്രമായ അള്ളാഹു അതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തരാത്ത അതിന് മാത്രം വലിയ മഹത്വമുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കാലം അതൊരു വസന്തകാലമാണ്. അവനെ മനുഷ്യനാക്കി മാറ്റിയെടുക്കുന്നൊരു കാലമാണ്. നോമ്പിൻ്റെ രാവും പകലും നോമ്പുകാരൻ ഏത് രൂപത്തിലായിരിക്കണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു തന്നത് നോമ്പനുഷ്ഠിച്ച വ്യക്തിയാണ് എങ്കിൽ അവൻ ആ നോമ്പ് നോൽക്കുക വഴി അവൻ സ്വന്തം ശരീരത്തിൻ്റെ ദേഹേച്ഛകളെല്ലാം മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അവനക്ക് പലതിനോടും ആഗ്രഹമുണ്ട്. അതൊരുപക്ഷെ ഹലാലായതാണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ പൊരുത്തം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ നോമ്പുകാരനാണല്ലോ, അതുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ, അത് ഞാൻ കേട്ടുകൂടാ, അത്തരം കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചുകൂടാ, അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകാൻ പാടില്ല എന്ന നിലക്ക് നോമ്പെന്നുള്ള ഇബാദത്ത് അവനതിൽ നിന്നെല്ലാം തടഞ്ഞു വെക്കുകയാണ്. അങ്ങനെ നല്ലത് മാത്രം പറയാൻ, നല്ലത് മാത്രം ചിന്തിക്കാൻ, നല്ലത് മാത്രം കേൾക്കാനും നല്ലത് കാണാനും അവൻ തയ്യാറാവുകയാണ്. ഇങ്ങനെ നോമ്പെന്നുള്ള ഇബാദത്ത് അവനെ ദുഷിച്ച മോശമായ നീചമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുകയാണ് അവൻ്റെ പകൽ മുഴുവനും. രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ചും പകലിലുമാണെങ്കിൽ തന്നെയും ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ നോമ്പുകാരൻ മുന്നോട്ട് വരും. കാരണം പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ ഷരീഫാകുമ്പോൾ, റമദാനിൽ വിശുദ്ധ ഖുർആനിൻ്റെ അത് അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ വാർഷികം കൂടിയാകുമ്പോൾ ധാരാളം ഖത്മുകൾ ഓതണം എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി അവൻ്റെ പകൽ സമയങ്ങളിൽ ഒരു പക്ഷേ ജോലിയിലും മറ്റുമൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിലും രാത്രി സമയങ്ങൾ, അവൻ്റെ ഒഴിവ് സമയങ്ങൾ അവൻ പള്ളിയിലോ അതല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ ഇരുന്നു കൊണ്ട് ധാരാളം ഖുർആൻ ഓതും. അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ ഓതുന്നത് കാരണം അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ അതവന് പ്രശ്നമേ ഇല്ല. കാരണം ഖുർആൻ അതിങ്ങനെ അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അത് ഓതുമ്പോൾ അറിയാതെ കണ്ണുനീരൊഴുകിപ്പോകും. അല്ലാഹു തആല അവനെ അംഗീകരിക്കാത്ത, അവനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിൻ്റെ ആ ഭയാനകരമായ അവസ്ഥകൾ ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അറിയാതെ കണ്ണുനീരൊഴുകിപ്പോകും. പടച്ചോനെ, ഞാനെങ്ങാനും അതിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം അവനെ വേട്ടയാടും. ഇങ്ങനെ ഖുർആൻ എന്നുള്ള ആ അല്ലാഹുവിൻ്റെ കലാം അതിങ്ങനെ രാത്രികൾ പാരായണം ചെയ്യുക വഴി അവൻ്റെ രാത്രിയും അവൻ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു, വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നോമ്പ് നോക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടും. അവിടെ നിന്ന് പറഞ്ഞതായി കാണാം, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅൻ ലി അബ്ദി. വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നോമ്പും ഒരടിമക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡിന് വേണ്ടി ആവശ്യപ്പെടും. എന്താണ് നോമ്പ് പറയുന്നത്? അള്ളാഹുവേ, അവൻ്റെ പകൽ സമയങ്ങൾ ഐ റബ്ബി ഇന്നി മനഅതുഹു അത്അമ വശഹവാത ഫിന്നഹാർ, അവൻ്റെ പകലുകളിൽ അവൻ്റെ ദേഹേച്ഛകളിൽ നിന്നും അതുപോലെ തന്നെ അന്നപാനീയങ്ങളിൽ നിന്നും ഞാനാണ് അവനക്ക് തടസ്സമായത്. നോമ്പുകാരനായതുകൊണ്ടാണ് അവൻ ഹലാലായ വിഷയങ്ങൾ വരെ അവൻ മാറ്റിവെച്ചത്. അതുകൊണ്ട് ഫശഫിഇനി ഫീഹി, അവൻ്റെ വിഷയത്തിൽ ശഫാഅത്തിന് ആവശ്യപ്പെടാൻ എനിക്ക് നീ അനുവാദം നൽകണം. ഖുർആൻ പറയും, മനഅത്തുഹുന്നൗമ അവൻ്റെ രാത്രിയിലെ ഉറക്കം ഞാനാണ് അവനക്ക് തടസ്സമായത്. അവൻ്റെ പാരായണം ചെയ്യുക വഴിയാണ് അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഫശഫിഇനി ഫീഹി, അവൻ്റെ വിഷയത്തിൽ ശഫാഅത്തിന് ആവശ്യപ്പെടാൻ എനിക്ക് നീ അനുവാദം നൽകണം. അങ്ങനെ ഫയശ്ഫഅൻ ഖുർആനും നോമ്പിന് വേണ്ടി ശഫാഅത്ത് ചെയ്ത് അവൻ രക്ഷപ്പെടുത്തുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഈ ഹദീസ് നമ്മോട് വിളിച്ചോതുന്നത് നോമ്പുകാരൻ്റെ പകലുകൾ അവൻ ദേഹച്ചുകൾ പൂർണ്ണമായും മറുനിന്നുകൊണ്ടായിരിക്കണം അവൻ്റെ ജീവിതം ഉണ്ടാവേണ്ടത്. രാത്രി സമയങ്ങളിലോ അവൻ ധാരാളം ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടത്. ഇങ്ങനെയാകുമ്പോഴാണ് നോമ്പുകാരൻ്റെ അവൻ്റെ വിലപ്പെട്ട സമയങ്ങൾ ഹൈറായ രൂപത്തിൽ ചെലവഴിക്കുന്നവനാവുകയുള്ളൂ. അർഹമുർ-റഹീമായ റബ്ബ് ആ കൂട്ടത്തിൽ, ആ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും അല്ലാഹു ചേർത്ത് തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.